പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടോപ്പും ടു പീസും അങ്ങനെ കുറച്ച് വെറൈറ്റി ഡ്രസ്സുകൾ പരിചയപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വീഡിയോ തുടങ്ങാൻ വിചാരിച്ചത്. പക്ഷെ അതൊക്കെ മാറ്റി അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. പിന്നെ നമ്മുടെ വേർഡൻ്റെ ഡിസൈനുള്ള ഷർട്ട് വരുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് മുതൽ 36 സൈസ് വരെയാണ് വരുന്നത്. അപ്പം ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ പറയുക, ഞാൻ ഇപ്പോൾ കാണിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡ്രസ്സ് എപ്പോഴും പുതുമ പോലെ നിലനിർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കുറച്ച് ടിപ്പുകൾ പറയാമെന്ന് വെച്ചിട്ടാണെന്ന് വെച്ചത്. ഒന്നാമെന്ന് വെച്ചാൽ കഴുകുന്ന സമയത്ത് നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ കളറൊന്നും പോവാതെ ഇരിക്കും. ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ അതിൻ്റെ കളർ ഇളകി പോകാൻ സാധ്യത കൂടും. അത് എവിടുന്ന് ഡ്രസ്സ് മേടിച്ചാലും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് എപ്പോഴും പുതിയതുപോലെ ഉണ്ടാവും. പിന്നെ കഴുകുന്ന സമയത്തും അതുപോലെ തന്നെ ഇത് മാക്സിമം മെഷീനിൽ തിരിച്ചിട്ട് പിന്നെ കഴുകാൻ, പാൻറ്റുകളോ അതുപോലെ ഷർട്ടുകളൊക്കെ ആണെങ്കിൽ തിരിച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീര്യം കുറഞ്ഞിട്ടുള്ള ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുക. കളർ സേഫായിട്ട് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളർ പോവാതെ നിൽക്കും. പിന്നെ വെച്ചാൽ ഉണക്കാനിടുന്ന സമയത്ത് വെയിലത്തിടാതെ ഒരു തണലത്ത് വെച്ചിട്ട് ഉണക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറ് പോവാതിരിക്കും. സൂര്യൻ്റെ പ്രകാശ രശ്മികൾ ഏൽക്കുമ്പോൾ ഇത് നരച്ച് പോകാനുള്ള സാധ്യതകൾ കൂടും. ഈ താടി പോലെ നരച്ച് പോകാനുള്ള സാധ്യത കൂടും. പിന്നെ അത് മാത്രമല്ല, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളർ ഗാർഡ് ഇങ്ങനെ പുതിയ ഡ്രസ്സുകൾ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനം കൂടി മേടിച്ച് കഴിഞ്ഞാൽ ഇതിന് 120 രൂപയാണ് ഇതിൻ്റെ വില. നമുക്ക് ഓരോ കമ്പനിക്ക് ഓരോ റേറ്റാണ്, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഇതൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വാഷിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തവണ ഉപയോഗിച്ചാൽ മതി. പിന്നെ കളറ് പോവാതെ പിന്നെ കളർ ഗാർഡ് തന്നെയാണ് ഇതിൻ്റെ പേര്. തിരിച്ചിട്ട് വായിക്കണം, കളർ ഗാർഡ് തന്നെയാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഈ സാധനം മേടിച്ച് പിന്നെ ഒന്ന് അലക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിന് ഈട് നിൽക്കും. പിന്നെ ഡ്രസ്സുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെയാണ് ഉണ്ടാവുക. നല്ല പൊരി വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നരച്ച് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അപ്പോൾ അത് തിരിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധികം നരക്കാതെ ഡ്രസ്സിലുണ്ടാവും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് എപ്പം പുതുമയോടെ ഉണ്ടാവും. പിന്നെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നേരിട്ട് ടോപ്പിൽ ചെയ്യാതെ, കോട്ടൺ ഡ്രസ്സുകളൊക്കെ ഒരു കാരണവശാലും ഇതിൻ്റെ ഈ പുറമേ ഇട്ട് തേക്കാതെ ഉൾസൈഡ് ഇട്ട് തേക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നലെ തന്നെ അയണിങ്ങിലും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് നരക്കാതെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഈ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പിന്നെ വേർഡിൻ്റെ ടീഷർട്ട് വേണ്ടവരെന്ന് പറയാം. പിന്നെ അടുത്ത വീഡിയോ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറേ ടോപ്പുകളും അപ്പോൾ 2 പീസ് സെറ്റുകളൊക്കെ കാണിക്കാനുണ്ട്. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ.